ഒരു ചോദ്യം ഡോക്ടർ ഗോപകുമാർ അനുവദിക്കുമെങ്കിൽ 20% വോട്ട് NDAക്ക്, UDFന്റെ LDFന്റെ വോട്ട് പെർസെന്റേജ് എത്രയാണ് അവർ അസസ് ചെയ്തിരിക്കുന്നത്? അവരുടെ UDFന്റെ 40%, LDFന്റെ 38%. അത് ഒരിക്കലും സാധ്യമല്ലല്ലോ. അത് 38 അല്ല, അത് കാരണം നമ്മൾ അതിന്റെ ഡ്രൈവേഴ്സ് കൂടെ പഠിക്കണ്ടേ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. അതായത് പഞ്ചായത്ത് ഇലക്ഷനിലെ വോട്ട് ഡിഫറൻസ് എന്ന് പറയുന്നത് 5.3%. അത് 2% റെഡ്യൂസ് ചെയ്തെന്നാണോ അതോ 4% റെഡ്യൂസ് ചെയ്തെന്നാണോ അറിയില്ല. നമുക്ക് വ്യത്യാസം എത്രയാണ്? 40-38. 38 UDFന്റെ എത്രയാ പറഞ്ഞു? UDFന് 40, UDFന് 40, BJPക്ക് 20. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ മൊത്തം എത്രയായി? മൊത്തം എത്ര അല്ല, അപ്പൊ മൊത്തം എത്രയായി? മൊത്തം കൂട്ടി നോക്കുക. അപ്പൊ അവിടെ പിന്നെ അതേഴ്സിന്റെ പറഞ്ഞിട്ടില്ല. 98. അപ്പൊ 2% അതേഴ്സിന്റെ കൃത്യമായിട്ട് അറിയുന്നില്ല. ഇല്ല, തന്നിട്ടില്ല. അതെ, 20% തേർഡ് പാർട്ടിക്ക് പോയി കഴിഞ്ഞാലും 3 to 4% ഡിഫറൻഷ്യൽ വരേണ്ടതാണ്. ഇനി അവർക്ക് 2% കിട്ടിയെങ്കിൽ അത് പറയുന്നതിൽ കുഴപ്പമില്ല. അതായത് ഇതിലെല്ലാം വരുന്നൊരു പ്രശ്നം, ഞാൻ മറ്റ് പാനലിസ്റ്റുണ്ട്, ഞാൻ ഒഴിവായേക്കാം, പറയുന്ന ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. അതായത് ഇതെല്ലാം തന്നെ ഇവർ പറ്റുന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഇവർ 1000, 2000, 3000 പേരെ കണ്ട് ചോദിച്ചു ആർക്കാണ് നിങ്ങൾ വോട്ട് ചെയ്തത്. ആൻസർ ഇസ് കറക്റ്റ്, സ്റ്റാറ്റിസ്റ്റിക്കലി യു ഹാവ് കളക്റ്റഡ് എ സാമ്പിൾ, അത് കറക്റ്റാതിരുന്നോട്ടെ. പക്ഷേ ഈ വോട്ടിംഗ് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രതികരണത്തിൽ നിന്ന് മാത്രമല്ല, വി ഹാവ് ടു റിലേറ്റ് ഇറ്റ് ടു ദ സർക്കംസ്റ്റൻസ്. അപ്പോൾ നമ്മൾ കാണേണ്ട കാര്യം 14% NDAക്കും 38% UDFനും 33.4% LDFനും നിൽക്കുന്നതാണ് നമ്മുടെ ലെഗസി സർക്കംസ്റ്റൻസ്. ദാറ്റ് ഈസ് ദ പഞ്ചായത്ത് ഇലക്ഷൻ. അപ്പോൾ അതിൽ നിന്നും നിങ്ങളിപ്പോൾ പറയുന്ന സംഗതി LDF 33-ൽ നിന്നും 38-ലേക്ക് അസംബ്ലിയിൽ വളർന്നു എന്നുള്ളതാണ്. ദാറ്റ് ഈസ് പോസിബിൾ. അത് 38-ലേക്ക് വളരുകയാണെന്നുള്ളതാണ്. പക്ഷേ UDF പഞ്ചായത്തിൽ ലഭിച്ച വോട്ട് 38 ആയിരുന്നതുകൊണ്ട് അത് 42-ൽ വളർന്നു എന്നല്ലേ പറഞ്ഞത്, 42-ലേക്ക് 4% അതിൽ നിന്ന് വളർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വാസയോഗ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ ഗ്രോത്ത് അതിൽ കൂടുതൽ വരേണ്ടതാണ്. കാരണം വേറൊന്നുമല്ല, കാരണം 40. അപ്പോൾ ഈ സർവേ തെറ്റാണെന്ന് നമുക്ക് കൂടുതലൊന്നും ആലോചിക്കാതെ നമുക്ക് നിശ്ചയമായിട്ടും പറയാം. കാരണം അവരുടെ ലെഗസി പെർസെൻറ്റേജ് 38%. ഈ 38, 33 ആക്ച്വലി വൺ ഓഫ് ദ ലോവസ്റ്റ് പോളിംഗ് പെർസെൻറ്റേജസ് ആണ് പഞ്ചായത്ത് ഇലക്ഷനിൽ. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ 2020 അടക്കമുള്ള ആളുകൾ 15% വോട്ട് അവിടെ പിടിച്ചിരുന്നു. NDA 14% പിടിച്ചിരുന്നു. അത് മൊത്തത്തിൽ മാച്ചുകൊണ്ട് ഒരു പുതിയ ചിത്രമല്ല എമർജ് ചെയ്യുക. കാരണം അതിൽ വോട്ട് ചെയ്ത വോട്ടേഴ്സ് തന്നെയാണ് അസംബ്ലി ഇലക്ഷനിലേക്ക് വന്ന് വോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം 38-ൽ നിന്ന് 40-ലേക്ക് മാത്രമേ UDF വളർന്നു എന്നാണ് പറയുന്നതെങ്കിൽ അത് വിശ്വാസയോഗ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ UDFന് വലിയ തിരിച്ചടിയാണ് ഈ സർവേ അനുസരിച്ച് സംഭവിച്ചിരിക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.